ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാണിക്കുന്നത് സുബ്രുവിന്റെ വീടാണ്. അവിടേക്ക് അരവിന്ദ് വരികയാണ്. ഇത് കണ്ട സുബ്രു പറയുന്നു, ആനന്ദ്, ദേ അരവിന്ദ് വന്നു. ഇതൊരു ചെറിയ കാര്യം അല്ല, ഗുരുതരമായേക്കാവുന്ന വലിയൊരു പ്രശ്നമാണ്. എടുത്തു ചാടിയുള്ള തീരുമാനം അരുത്. നിങ്ങൾ മൂന്നുപേരും കൂടി ഗൗരവത്തിൽ ചിന്തിക്കണം. ഉചിതമായ തീരുമാനം ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ ആനന്ദ് ചോദിക്കുകയാണ്, ഞങ്ങൾ മൂന്നുപേരും എന്ന് പറഞ്ഞാൽ നീ ഇല്ലേ ഞങ്ങളുടെ കൂടെ? ഇല്ല ആനന്ദ്, ഇത്തരം വലിയ കാര്യങ്ങളൊന്നും നേരിടാനുള്ള കരുത്ത് ഈ പാവം പട്ടർക്കില്ല. അന്നേരം കല്യാണിയും അവിടേക്ക് വരികയാണ്. കയറി വന്ന അരവിന്ദ് പറയുകയാണ്, ബ്രോ, കല്യാണി ബാഗ് എടുത്തേക്ക്, നമുക്ക് പോകാം. ബ്രോ ഇങ്ങോട്ട് വരാൻ തന്നെ വിളിച്ചപ്പോൾ തന്നെ മനസ്സ് മാറിയെന്ന് എനിക്ക് മനസ്സിലായി. വേഗം വാ, അച്ഛനവിടെ നിങ്ങളെയും കാത്തിരിക്കുകയാണ്. ആനന്ദ് പറയുകയാണ്, അരവിന്ദ്, വളരെ ഗൗരവമുള്ള ഒരു കാര്യം അറിയിക്കാനാണ് നിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത്. അല്ലാതെ മനംമാറ്റം സംഭവിച്ചിട്ടൊന്നും അല്ല. ദാസേട്ടൻ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ച സ്ഥലത്ത് അമ്മ ഉള്ളതായിട്ട് സംശയലേശമന്യേ തെളിഞ്ഞിട്ടുണ്ട്. ആ SI പറഞ്ഞത് നീയും അറിഞ്ഞതാണല്ലോ. ദാസേട്ടൻ റോഡിൽ കിടന്ന് ചോരയിൽ മുങ്ങിപ്പിടയുമ്പോൾ അമ്മ കാർ ഓടിച്ചു പോയ ദൃശ്യം ആ CCTV ക്യാമറയിൽ പതിഞ്ഞത് SI എനിക്കും ഇന്ന് കാണിച്ചു തന്നു. ദാസേട്ടന്റെ മരണത്തിൽ അമ്മയ്ക്ക് പങ്കില്ലെങ്കിൽ എന്തുകൊണ്ട് അമ്മ ദാസേട്ടനെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല? അരവിന്ദ് അടുത്ത് വന്ന് ബ്രോ എന്ന് ദയനീയമായി വിളിക്കുകയാണ്. കൂടപ്പിറപ്പിനെ പോലെ പ്രിയങ്കനായിരുന്നു അമ്മയ്ക്ക് ദാസേട്ടനെന്ന് അമ്മയും അച്ഛനും 1000 തവണ പറഞ്ഞത് നീയും ഞാനും കേട്ടിട്ടുണ്ട്. ആ പ്രിയങ്കരൻ നടു റോഡിൽ കിടന്ന് മരണവുമായി മല്ലിടുമ്പോൾ എന്തുകൊണ്ട് അമ്മ അത് കണ്ടിട്ടും എന്തുകൊണ്ട് കാണാത്ത ഭാവത്തിൽ കാർ ഓടിച്ചു പോയി? അന്നേരം കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഇതിന് വ്യക്തമായൊരു ഉത്തരം തരാൻ കഴിയുമെങ്കിൽ ഞാനും കല്യാണിയും ഈ നിമിഷം വരാം നിന്നോടൊപ്പം. എന്താ, സാധിക്കുന്നില്ലല്ലേ? അരവിന്ദ്, കൊല്ലപ്പെട്ടത് കല്യാണിയുടെ അച്ഛനാണ്. കൊന്നത് എന്റെ അമ്മയാണെന്ന് കരുതി കല്യാണിയോട് അടങ്ങിയിരിക്കാൻ പറയാൻ എനിക്കാവില്ല. അത് അവളുടെ ഭർത്താവെന്ന നിലയിൽ സ്വാതന്ത്ര്യം മുതലെടുത്ത് ഞാൻ അവളോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. അതിനൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് കല്യാണി അമ്മയ്ക്കെതിരെ പോലീസ് കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് പറയാനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. അരവിന്ദ് ബ്രോ എന്ന് വിളിക്കുമ്പോൾ ആനന്ദ് ചോദിക്കുകയാണ്, എന്താ, നിനക്ക് എതിരുണ്ടോ? ശബ്ദമിടറി അരവിന്ദ് ചോദിക്കുകയാണ്, ഒരാളൊരു തീരുമാനമെടുത്താൽ അതിനെ എതിർത്തിട്ട് എന്താ പ്രയോജനം? പക്ഷേ ഒരു എതിരല്ല, ഒരു അപേക്ഷയാണെങ്കിലോ? അത് ബ്രോയോടല്ല, കല്യാണിയോടാണ്. അരവിന്ദ് കല്യാണിയോട് പറയുകയാണ്, ഏട്ടത്തി എന്ന അവകാശത്തിൽ പറയുകയാണെന്ന് കരുതരുത്. കല്യാണിയായിട്ട് അമ്മയ്ക്കെതിരെ ഒരു കൊലക്കുറ്റം ചുമത്തി കേസ് കൊടുക്കരുത്. അത് സത്യമല്ലെന്ന് കണ്ടെത്തിയാൽ പിന്നീട് ഒരിക്കലും ആ പാപത്തിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവില്ല. പോലീസിന് സ്വമേധയാ കേസെടുക്കാമല്ലോ, അതവര് ചെയ്തോട്ടെ. അന്നേരം ആനന്ദ് പറയുകയാണ്, അതവള് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി പോലൊരു സെലിബ്രിറ്റിയെ അറസ്റ്റ് ചെയ്യാൻ ആ ലോക്കൽ SIക്ക് അധികാരമില്ല. അതുകൊണ്ട് അദ്ദേഹം ആ ഫയൽ മുകളിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാകും. ഇത് കേട്ട് ഒന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ് അരവിന്ദ്. പെട്ടെന്ന് കല്യാണി അരവിന്ദിനോട് ചോദിക്കുകയാണ്, പോലീസ് സ്വമേധയാ കേസ് എടുത്തില്ലെങ്കിലോ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി സ്വാധീനം ഉപയോഗിച്ച് ആ കേസ് തേച്ചുമാച്ചു കളഞ്ഞാലോ? കല്യാണി എന്ന് വിളിക്കുകയാണ് അരവിന്ദ്. മരിച്ചത് എന്റെ അച്ഛനാണ്. നഷ്ടപ്പെട്ടത് എനിക്കും അനിയൻകുട്ടനും ആണ്. അംഗീകരിച്ചില്ലെങ്കിലും തൃച്ചംബരത്തെ മൂത്ത മരുമകൾ എന്ന നിലയ്ക്ക് എനിക്കൊരു പക്ഷെ ക്ഷമിക്കാൻ പറ്റിയേക്കും. പക്ഷേ എന്റെ അച്ഛന് ഒരു മകൻ കൂടിയുണ്ട്. അവൻ ചിലപ്പോൾ ക്ഷമിച്ചൂന്ന് വരില്ല. എന്താ, അച്ഛനെ കൊന്നവരോട് ക്ഷമിക്കണമെന്ന് അനിയൻകുട്ടന് പറയാൻ പറ്റുമോ അവനോട്? കല്യാണി ഞാൻ പറയുന്നത് എന്ന് അരവിന്ദ് പറയുമ്പോൾ കല്യാണി പറയുകയാണ്, മനസ്സിലായി അനിയൻകുഞ്ഞെ. സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കല്യാണി എന്ന് ഉറക്കെ വിളിക്കുകയാണ് അരവിന്ദ്. കല്യാണി അങ്ങനെയൊന്നും പറയരുത്. എനിക്കെന്റെ ബ്രോയോടുള്ള സ്നേഹം കല്യാണിയോടും ഉണ്ട്. കല്യാണി, പോലീസ് കേസെടുത്തോട്ടെ. കല്യാണി കേസ് കൊടുക്കരുത് എന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കല്യാണി പറയുകയാണ്, പോലീസ് സ്വമേധയാ അഖില മേഡത്തിന് ഒരു ചുക്കും ചെയ്യില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. തൊഴുതുകൊണ്ട് അരവിന്ദ് പറയുകയാണ്, കല്യാണി, ഞാൻ കല്യാണിയോട് അപേക്ഷിക്കുകയാണ്. പാതി ജീവനായ എന്റെ അച്ഛനെ ഓർത്തിട്ടെങ്കിലും കല്യാണി അത് ചെയ്യരുത്. അന്നേരം കല്യാണി സങ്കടം അടക്കി പിടിക്കുകയാണ്. സുബ്രു പറയുകയാണ്, അരവിന്ദ്, ആനന്ദിനോടൊപ്പം ഞാനും പോയതാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. എല്ലാ തെളിവുകളും അഖിലാന്റിക്ക് എതിരാണ്. എന്ന് വെച്ച് അഖിലാന്റി ഇത് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. അഖിലാന്റിക്കെന്നല്ല, ഭൂമിയിൽ പെണ്ണായി പിറന്ന ഒരു വ്യക്തിക്കും ഇതേപോലെ ക്രൂരത ചെയ്യാൻ കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം. അതല്ല സുബ്ബുണ്ണ എന്ന് അരവിന്ദ് പറയുമ്പോൾ സുബ്രു വീണ്ടും പറയുകയാണ്, ഇന്നലെ ആനന്ദ് നിന്നോട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ശിവരാമൻ അങ്കിൾ പ്രിയപ്പെട്ടതാണെങ്കിൽ കല്യാണിക്ക് ദാസേട്ടനും അതുപോലെ പ്രിയപ്പെട്ടവനാണ്. അതെന്താ മനസ്സിലാക്കാത്തത്? ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കല്യാണിയാണ്. അത് കല്യാണിക്ക് വിട്ടുകൊടുക്ക്. അന്നേരം സങ്കടത്താൽ കരയുകയാണ് അരവിന്ദ്. കല്യാണി എന്ന് അരവിന്ദ് വിളിക്കുമ്പോൾ കല്യാണി പറയുകയാണ്, ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിനൊരു മാറ്റവും ഇല്ല. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം.
അത് സമ്പന്നയായാലും ദരിദ്രയായാലും. അത്രയും പറഞ്ഞ് കല്യാണി അകത്തേക്ക് പോവുകയാണ്. നിറകണ്ണുകളോടെ അരവിന്ദ് സുബ്രുവിനോട് പറയുകയാണ്, സുബ്രു അണ്ണ, പറ്റുമെങ്കിൽ എന്റെ ഏട്ടത്തിയമ്മയോട് ഒരു കാര്യം പറഞ്ഞേക്ക്. എന്നെയും ബ്രോയെയും 10 മാസം കൊണ്ട് നൊന്ത് പ്രസവിച്ച ഞങ്ങളുടെ അമ്മയുടെ കയ്യിലേക്കാണ് വിലങ്ങ് വീഴാൻ പോകുന്നതെന്ന്. നിങ്ങളെല്ലാവരും ചെയ്തതുപോലെ ഇത്രയും കഠിനമായ നീക്കങ്ങളൊന്നും നടത്താൻ എനിക്കാവില്ല. പക്ഷേ അണ്ണാറക്കുഞ്ഞിനും തന്നാലായത് അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്ന് ആനന്ദിനെ നോക്കി പറയുകയാണ്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എന്ന് പറഞ്ഞിട്ട് അരവിന്ദ് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരത്തേക്ക് പോലീസ് വരികയാണ്. കാറിൽ നിന്നിറങ്ങിയ ഇൻസ്പെക്ടർ മറ്റൊരു പോലീസുകാരനോട് ചോദിക്കുകയാണ്, എന്താ പ്രേമ, തന്റെ മുഖത്തൊരു കള്ളച്ചിരി? പോലീസുകാരൻ പറയുകയാണ്, ഇപ്രാവശ്യം ഇര ചൂണ്ടയിൽ കൊത്തും സാർ. ഇൻസ്പെക്ടർ പറയുകയാണ്, നോ ഡൗട്ട്, എന്നാലും എന്റെ ഒരു ഭാഗ്യം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ 2 പ്രാവശ്യം ശ്രമിച്ചിട്ടും നടന്നില്ല. ഒന്നിൽ പിഴച്ചാൽ 3 സാർ പ്രമാണം. ഇൻസ്പെക്ടർ പറയുകയാണ്, ഇന്നെന്തായാലും അഖിലാണ്ടേശ്വരിയുടെ കയ്യിൽ കൈവിലങ്ങണിയിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ. ചവിട്ടേറ്റ മൂർഖനാണ് ഞാൻ. തിരിച്ചു കൊത്താനുള്ള അവസരമാണിത്. പരാജയങ്ങൾ വിജയത്തിന് വഴിമാറുന്ന ദിവസം. സമയം കളയണ്ട, കം എന്ന് വിളിച്ച് എല്ലാവരും അകത്തേക്ക് കയറുകയാണ്. പോലീസുകാർ ഹാളിലെത്തിയപ്പോൾ അവിടെ വിലാസിനിയുണ്ട്. വിലാസിനി ചോദിക്കുകയാണ്, എന്താ സാർ എല്ലാവരും കൂടി? ഇൻസ്പെക്ടർ പറയുകയാണ്, പേടിക്കണ്ട, വിരുന്ന് സൽക്കാരത്തിന് വന്നതൊന്നും അല്ല. ഞങ്ങളൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അഖിലാണ്ടേശ്വരി മാഡം ഇല്ലേ? വിലാസിനി ചോദിക്കുകയാണ്, അയ്യോ, ചേച്ചി എന്ത് ചെയ്തു? ഇൻസ്പെക്ടർ പറയുകയാണ്, ഡ്രൈവർ ദാസിന്റെ മരണത്തിൽ അഖിലാണ്ടേശ്വരിക്ക് പങ്കുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിലെടുക്കാനാണ് ഞങ്ങൾ വന്നത്. വിലാസിനി പറയുകയാണ്, അയ്യോ എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഞാൻ ചേച്ചിയെ വിളിച്ചുകൊണ്ടുവരാം. പെട്ടെന്ന് ഇൻസ്പെക്ടർ പറയുകയാണ്, നിൽക്ക്, നിങ്ങൾ അന്ന് എന്നെ വെല്ലുവിളിച്ച ആ സഹദേവന്റെ ഭാര്യയല്ലേ? അതെ എന്ന് വിലാസിനി പറയുന്നു. എന്താ പേര്? വിലാസിനി. പക്ഷേ സഹദേവേട്ടൻ ഒരു പാവമാണ് സാറേ. അയാള് പാവമോ ക്രൂരനോ എന്തുമാകട്ടെ, ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളെയും ചോദ്യം ചെയ്യാനുണ്ട്. അയ്യോ എന്റെ പൊന്നു സാറേ, ആ ഡ്രൈവറിനോട് എനിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ അയാളെ കൊന്നത് ഞാനല്ല, സത്യമായിട്ട് ഞാനല്ല. അന്നേരം നന്ദനയും അവിടേക്ക് വരികയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ പറയുകയാണ്, അപ്പോൾ അയാളുടെ മരണം കൊലപാതകം തന്നെയാണെന്ന് വിലാസിനിക്കും അറിയാം. അതിന് ഒരു സംശയവും ഇല്ല സാറേ. അയ്യോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അല്ല, അയാളെ ആരോ കൊല്ലാനേ തരമുള്ളൂ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ പറഞ്ഞു പോയതാണ്. ഇൻസ്പെക്ടർ പറയുകയാണ്, അറിയാതെയാണെങ്കിലും നിങ്ങൾ സത്യം തുറന്നു പറയുന്നുണ്ട്. പറയൂ, ദാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഒന്ന് പരുങ്ങുകയാണ് വിലാസിനി. കൊല്ലപ്പെട്ട ദാസിനോട് അഖിലാണ്ടേശ്വരിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നോ? വിലാസിനി പറയുകയാണ്, വൈരാഗ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ. അന്നേരം നന്ദന അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ഇൻസ്പെക്ടർ പറയുകയാണ്, നിൽക്ക്, എവിടെ പോകുന്നു? ഞാൻ എന്റെ റൂമിലേക്ക് പോവുകയാണ്. എനിക്ക് നിങ്ങളോടും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനുശേഷം പോയാൽ മതി. ഇങ്ങോട്ട് മാറി നിൽക്ക്. എന്നിട്ട് വിലാസിനിയോട് പറയുകയാണ്, പറയൂ, ഡ്രൈവർ ദാസിനോടുള്ള അഖിലാണ്ടേശ്വരിയുടെ പക എങ്ങനെ ഉണ്ടായി? വിലാസിനി പറയുകയാണ്, അത് സാറിന് അറിയാമെന്ന് തോന്നുന്നു. ദാസിന്റെ മകൾ ഇവിടത്തെ അടുക്കളക്കാരിയായിരുന്നു. അവള് ചേച്ചിയുടെ മൂത്ത മകനെ പ്രേമിച്ച് കെട്ടി. ആ ചരിത്രമൊക്കെ എനിക്കറിയാം. അതുപോട്ടെ, കൊല്ലപ്പെട്ട ദിവസം ദാസ് തൃച്ചംബരത്ത് വന്നിരുന്നോ? ആ, ദാസ് അവിടെയായിരുന്നു താമസം. അയാളെ നാട്ടിൽ നിന്നും അഖിലേച്ചി വിളിച്ചു വരുത്തിയതാണ്. അതുമാത്രമല്ല, അവിടെ ഒരു ചീഫ് ഗസ്റ്റായിട്ടല്ലേ താമസിപ്പിച്ചിരുന്നത്. പിന്നെ അയാൾ മരിച്ച ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവമെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്. വിലാസിനി പറയുകയാണ്, ഞാൻ അവിടെ മുറ്റത്ത് നിൽക്കുമ്പോഴേക്കും അഖിലേച്ചിയുടെ കാർ പാഞ്ഞു വന്ന് നിന്നു. എന്നെ കണ്ടപ്പോൾ ആകെ പരിഭ്രമിച്ചിട്ട് പറഞ്ഞു, നീയൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന്. അന്നേരം സുജാതയും അവിടേക്ക് വരുന്നുണ്ട്. മറ്റൊരു പോലീസുകാരൻ ചോദിക്കുകയാണ്, എപ്പോഴാണ് അവരവിടെ വന്നത്? അതൊരു 11:30-12 മണിയായിട്ടുണ്ടാകും. ഇൻസ്പെക്ടർ ആ ഉദ്യോഗസ്ഥനോട് പറയുകയാണ്, പ്രേമ, ഇതിനപ്പുറം മറ്റൊരു തെളിവ് എന്താണ് വേണ്ടത്? ഈ ഒരൊറ്റ സാക്ഷിമൊഴി മതി നമുക്ക് അഖിലാണ്ടേശ്വരിയെ അറസ്റ്റ് ചെയ്യാൻ. എസ് സാർ എന്ന് ആ ഉദ്യോഗസ്ഥൻ പറയുകയാണ്. അവിടെ നിന്നും പോകാൻ തുടങ്ങുന്ന സുജാതയും ഇൻസ്പെക്ടർ അവിടെ നിൽക്കാൻ പറയുകയാണ്. എന്താ പേര്? സുജാത. നീ ഇവിടത്തെ ആരാണ്? സെർവന്റ് ആണ്. കൊല്ലപ്പെട്ട ദാസും അഖിലാണ്ടേശ്വരിയും തമ്മിൽ തർക്കം നടക്കുന്നത് നീ കണ്ടതല്ലേ? ഞാനൊന്നും കണ്ടിട്ടില്ല സാർ. മറ്റൊരു പോലീസുകാരൻ ചോദിക്കുകയാണ്, പിന്നെ നിങ്ങൾ എന്താണ് കണ്ടിട്ടുള്ളത്? എനിക്കൊന്നും അറിയില്ല സാർ. ഇൻസ്പെക്ടർ പറയുകയാണ്, ശരി, സുജാതയ്ക്കൊന്നും അറിയില്ല. ഡ്രൈവർ ദാസ് കൊല്ലപ്പെട്ട കാര്യം അറിയാമോ? അറിയാം സാർ എന്ന് സുജാത പറയുകയാണ്. അപ്പോൾ ഡ്രൈവർ ദാസ് കൊല്ലപ്പെട്ടതാണെന്ന് സുജാതയ്ക്ക് അറിയാം. കൊന്നത് അഖിലാണ്ടേശ്വരിയാണ് എന്നുള്ള കാര്യത്തിൽ മാത്രം ഒരു സംശയം അല്ലേ? നേരം നന്ദന പറയുകയാണ്, എക്സ്ക്യൂസ് മീ സാർ. നന്ദന പറയുകയാണ്, കുറെ നേരമായി നിങ്ങൾ ഇവിടെ വന്ന് ദാസേട്ടനെ കൊന്നത് അഖിലാണ്ടേശ്വരിയാണെന്ന്
സമ്മതിക്കാൻ ശ്രമിക്കുന്നു. കുറ്റകൃത്യം ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഓഹോ, ഇതൊക്കെ പറയാൻ നമ്മൾ ആരാണാവോ? നന്ദന അരവിന്ദ്, തൃച്ചംബരത്തെ അരവിന്ദ് കൃഷ്ണന്റെ ഭാര്യ. ഇൻസ്പെക്ടർ പറയുകയാണ്, ഓ, എന്നാൽ മിസ്സിസ് നന്ദന അരവിന്ദ് കേട്ടാലും. എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ അഖിലാണ്ടേശ്വരിയെ അറസ്റ്റ് ചെയ്തിരിക്കും. അന്നേരം എന്താ അവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ശിവരാമകൃഷ്ണൻ അവിടേക്ക് വരികയാണ്. എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. ഇൻസ്പെക്ടർ പറയുകയാണ്, ഓ, സാർ ഇവിടെ ഇതിനകത്തുണ്ടായിരുന്നു. സന്തോഷം. എന്താ മിസ്റ്റർ ഡിവൈഎസ്പി, തൃച്ചംബരത്തുകാരോട് നിങ്ങൾക്ക് എന്താ ഇത്ര വിദ്വേഷം? വിടാതെ പിന്തുടരുകയാണല്ലോ. ഇത് 3-ാം തവണയാണ്. പക്ഷെ ഇത്തവണ സസ്പെൻഷൻ അല്ല, ഡിസ്മിസ് ആയിരിക്കും എന്ന കാര്യം ഓർമ്മ വേണം. ഭയപ്പെടുത്തേണ്ട. പോലീസ് വിടാതെ പിന്തുടരുന്നത് കുറ്റവാളികളുടെ പിറകെയാണ്. ഡ്രൈവർ ദാസിനെ കൊന്നത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാണ് എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കസ്റ്റഡിയിലെടുക്കാനുള്ള മതിയായ രേഖകളുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, പോലീസ് സ്വമേധയാ എടുത്ത കേസാണോ ഇത്? ഡിവൈഎസ്പി പറയുകയാണ്, അല്ല, കല്യാണി. അന്നേരം ശിവരാമകൃഷ്ണനും നന്ദനയും സുജാതയും ഒന്ന് അമ്പരക്കുന്നുണ്ട്. ഡിവൈഎസ്പി പറയുകയാണ്, തന്റെ അച്ഛനെ കൊന്നത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാണെന്ന് സംശയിക്കുന്നതെന്നും കുറ്റവാളിയെ കണ്ടെത്തണമെന്നുമാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തവണ തന്ത്രങ്ങളൊരുക്കി രക്ഷപ്പെടാമെന്നൊന്നും കരുതേണ്ട. എല്ലാ എവിഡൻസുകളും എന്റെ കയ്യിൽ ഉണ്ട്. ദാസ് മരിക്കുന്ന സമയത്ത് അതേ സ്ഥലത്ത് കാറിന്റെ പിൻസീറ്റിൽ നിന്ന് മുൻസീറ്റിലേക്ക് ഇറങ്ങി അഖിലാണ്ടേശ്വരി കാർ ഓടിച്ചു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ, അതാണ് പ്രധാന എവിഡൻസ്. ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, ദാസ് മരിക്കുന്ന സ്ഥലത്ത് അഖിലയെ കണ്ടെന്ന് കരുതി അഖിലയാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ കഴിയും? അപ്പോൾ ഡിവൈഎസ്പി ചോദിക്കുകയാണ്, പിന്നെ ആ സമയത്ത് അഖിലയ്ക്ക് അവിടെ പോകേണ്ട കാര്യം? തട്ടാമുട്ടി ന്യായങ്ങളൊന്നും പറഞ്ഞ് വെറുതെ നിരത്തിക്കൊണ്ടുവരല്ലേ ശിവരാമൻ സാറേ. കഴിഞ്ഞ പ്രാവശ്യം ABS കോർപ്പസ് കേസുമായി വന്നപ്പോഴും അതിനു മുമ്പ് വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്രാവശ്യം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടില്ല. എവിടെ മൂത്ത മകൻ? ഇവിടെയല്ല താമസമെന്ന് ശിവരാമകൃഷ്ണൻ പറയുകയാണ്. ഇവിടെ എങ്ങനെ താമസിക്കും? കൊല്ലപ്പെട്ടത് അയാളുടെ അമ്മായിയച്ഛനല്ലേ ഡ്രൈവർ ദാസ്? അല്ല, ഇളയ മകൻ എവിടെ? പുറത്തു പോയിരിക്കുകയാണ്. രാമകൃഷ്ണൻ പറയുകയാണ്, അല്ല, നിങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് വിളിച്ചു പറയുന്നുണ്ടല്ലോ. അല്ല, ദാസിന്റേത് ഒരു ആക്സിഡന്റ് ഡെത്തല്ല എന്നിതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഡിവൈഎസ്പി പറയുകയാണ്, ആ അന്വേഷണമാണ് ഞങ്ങളെ ഇവിടെ കൊണ്ട് എത്തിച്ചത്. എനിക്ക് നിങ്ങളോട് വാചകക്കസർത്ത് നടത്താനൊന്നും സമയമില്ല. ഞാൻ അഖിലാണ്ടേശ്വരിയെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അഖിലയെയും കൊണ്ടേ പോകൂ. എവിടെ അഖിലാണ്ടേശ്വരി? വിലാസിനി പറയുകയാണ്, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം സാർ. ആ, വേഗമെന്ന് ഡിവൈഎസ്പി പറയുന്നു. അഖിലയെ വിളിക്കാൻ റൂമിലെത്തിയ വിലാസിനി ചേച്ചി എന്ന് വിളിക്കുകയാണ്. ചേച്ചി, ഇതെവിടെ പോയി എന്ന് വിലാസിനി പറയുകയാണ്. ഡിവൈഎസ്പി ശിവരാമകൃഷ്ണനോട് പറയുകയാണ്, അമ്മയെ അറസ്റ്റ് ചെയ്യുന്നത് കാണാൻ ആൺമക്കൾ 2 പേരും ഇല്ലാത്തത് ഭാഗ്യമായി. കൊടും കുറ്റവാളിയാണെങ്കിലും പെറ്റമ്മ തന്നെയല്ലേ? അല്ലേ പ്രേമ എന്ന് ചോദിക്കുകയാണ്. അതെ സാറെന്ന് പ്രേമൻ മറുപടി പറയുന്നു. വനിതാ പോലീസിനോട് ഡിവൈഎസ്പി പറയുകയാണ്, ആ വിലങ്ങൊക്കെ എടുത്ത് ഉഷാറായി നിൽക്ക്. പേരും പെരുമയുമൊക്കെയുള്ള കോടാനുകോടിയുടെ ഉടമയായ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ആണ് വരുന്നത്. അറസ്റ്റൊക്കെ പെട്ടെന്ന് നടക്കണം. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക് യു.